നമ്മൾ കേൾക്കുന്ന പലതും, നമ്മൾ വായിക്കുന്ന പലതും അത് ആ മനുഷ്യൻ എഴുതിയതുപോലെ തന്നെയാണോ സംഭവിച്ചത്? അയാളുടെ റീഡിങ് ഒരു പക്ഷേ തെറ്റായിരിക്കാം. ഫതബയ്യനു, ഇത് ഖുർആനിന്റെ അധ്യാപനമാണ്, സൂറത്തുൽ ഹുജറാത്ത്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. എഴുതുന്ന ആളുകൾ എഴുതുന്നത് അങ്ങ് തൊണ്ടോടാതെ വിഴുങ്ങണ്ട. അത് ശരി തന്നെയാണോ, അങ്ങനെ തന്നെയാണോ സംഭവിച്ചത് എന്ന് പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. കാരണം മാനിപ്പുലേഷൻ, ന്യൂസുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഫോട്ടോ എഡിറ്റ് ചെയ്ത് വിടാൻ വേണ്ടി പറ്റും, ശബ്ദം വരെ മാറ്റാൻ വേണ്ടി പറ്റും, ശബ്ദം കോപ്പി അടിച്ച് പറയുന്ന ആപ്പുകൾ വരെ ഉണ്ട്. ഇതൊക്കെ ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ നിജസ്ഥിതി അറിയാതെ അതിനെ സംബന്ധിച്ച് കമൻറ്റ് പറയാൻ തുടങ്ങും, അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഒരുപാട് ഗീബത്തിൻ്റെ മീമത്തിൻ്റെ ഒക്കെ കുറ്റം നമ്മുടെ ദേഹത്തേക്ക് വരികയാണ്. നമ്മുടെ ആഖിറത്തിലേക്ക് ചെന്ന് ചെല്ലുമ്പോൾ മനിൽ മുഫ്ലിസ് എന്ന് നബി തങ്ങൾ ചോദിച്ച, മുഫ്ലിസായി ഒരു അമല് പോലും കയ്യിലില്ലാതെ ചോർന്നു പോകുന്ന ഓട്ടപാത്രവുമായി നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മുആദ് എന്നവരെ തങ്ങൾ വിളിച്ചു, മുആദേ, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ എന്താ ഓതാറുള്ളത്? കാരണം തങ്ങൾക്കറിയണം, ഈ മനുഷ്യൻ ഒരു ദിവസത്തെ ജമാഅത്തിന് പോയിട്ട് അയാളുടെ അനുഭവമാണ് ഈ പറയുന്നത് എങ്കിലോ, സ്ഥിരം ജമാഅത്തിന് മുആദ് എന്നവരുടെ കൂടെ ഉണ്ടോ, സ്ഥിരം മുആദ് എന്നവരിങ്ങനെ ഓതുന്നുണ്ടോ, ഇതൊക്കെ അറിയണ്ടേ? നബി തങ്ങൾ ചോദിച്ചു. അപ്പോൾ മുആദ് എന്നവരെ പറഞ്ഞു, നബിയെ, ഞാൻ അൽ ബഖറയും ആലു ഇംറാനും സൂറത്തു നിസാ ഓതാറുണ്ട്. അഫത്താനുൻ അൻത യാ മുആദ്, തങ്ങൾ ചോദിച്ച ചോദ്യമാണത്. അഫത്താനുൻ അൻത യാ മുആദ്, മുആദേ, നിങ്ങൾ ഫിത്ന ചെയ്യുന്ന ആളാണോ? മുആദേ, നിങ്ങൾ ഫിത്നയാണോ ചെയ്യുന്നത്? എന്തിനെ കുറിച്ചായി പറയുന്ന ആലോചിക്കണേ. പൊതുജനങ്ങൾക്ക് ഇമാമ് നിൽക്കുമ്പോൾ ഇമാമ് ബാക്കിലുള്ള മഅ്മൂമിങ്ങളുടെ അവസ്ഥകൾ പരിഗണിക്കണം എന്ന് പറയാൻ. ഇത് ദീനിന്റെ ഒരു ഫിഖ്ഹാണ്. മുമ്പിൽ ഇമാമ് നിൽക്കുമ്പോൾ നമ്മുടെ ആവേശത്തിനനുസരിച്ചു, സമയത്തിനനുസരിച്ചു നിങ്ങൾ എന്ത് ചെയ്യരുത്? തോന്നിയതുപോലെ നിസ്കരിക്കരുത്. ബാക്കിൽ രോഗികളുണ്ട്, ബസ്സിന് പോകേണ്ടവരുണ്ട്, ട്രെയിനിന് പോകേണ്ടവരുണ്ട്, യാത്ര തുടരേണ്ടവരുണ്ട്, വിശക്കുന്നവരുണ്ട്, വീട്ടിലേക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്ന് ജമാഅത്തിലേക്ക് കൂടിയവരുണ്ട്, ഉമ്മ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു സ്ഥലത്ത് നിങ്ങളുടെ ബാക്കിലുള്ള മഅ്മൂമിങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഈ സൂറത്തൊക്കെ പോരെ, ധാരാളമല്ലേ മുആദേ? നിങ്ങൾ ഇങ്ങനെ അൽ ബഖറ ഓതിയാൽ ജനങ്ങളെ വെറുപ്പിക്കുകയാണോ? അഫത്താനുൻ അൻത യാ മുആദ്, നബി തങ്ങൾ മുആദ് എന്നവരോട് ചോദിച്ച ചോദ്യമാണത്. മുആദേ, നിങ്ങൾ ഫിത്ന ഉണ്ടാക്കുകയാണോ? ആ വാക്കിന്റെ അർത്ഥം അതാണ്. എന്തിനെ കുറിച്ചായി പറയുന്നത്? നിസ്കരിക്കുന്ന സമയത്ത് ഒരു പ്രയാസം ഉണ്ടായതിന്റെ പേരിൽ അത്രമേൽ മനുഷ്യരുടെ മനസ്സിന്റെ ആരോഗ്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിച്ചിരുന്നു. നബി തങ്ങൾ അതിന് പരിഹാരം കണ്ടിരുന്നു. അതിന്റെ പേരിലേക്ക് പള്ളിയിൽ മൂത്രമൊഴിച്ച ആളെ വരെ നബി തങ്ങൾ അങ്ങനെ ചീത്ത പറഞ്ഞിട്ടില്ല, അല്ലേ? പള്ളിയിൽ മൂത്രമൊഴിച്ചില്ലേ ദുൽ ഖുവൈസിറത്തി തമീമി, ആ മനുഷ്യനെ പോലെ നബി തങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ മനുഷ്യൻ സന്തോഷിക്കുക ചെയ്തത്. മാ ഖഹറനി വലാ സജറനി, പുണ്യ നബി തങ്ങൾ എന്നെ ചീത്ത പറഞ്ഞില്ല, എന്നെ നബി തങ്ങൾ അനാദരവോടുകൂടെ എന്നോട് സംസാരിച്ചില്ല, എനിക്ക് കാര്യം പറഞ്ഞു. ഇന്ന ഹാദിഹിൽ മസാജിദ്, ഈ പള്ളികളോ പാടില്ല എന്ന് എനിക്ക് മാന്യമായി പഠിപ്പിച്ചു തന്നു. ആ സന്തോഷം കൊണ്ടല്ലേ മൂപ്പര് നബി തങ്ങൾ എഴുതാലിലേക്ക് വന്നപ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ, മൂപ്പരങ്ങ് ദിക്റൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരുടെ വകര ദുആ, അല്ലാഹുമ്മ അദ്ഖിൽനി വ മുഹമ്മദൻ അൽ ജന്ന വലാ തർഹം അഹദൻ ബഅദന. നിസ്കാരം കഴിഞ്ഞപ്പോൾ തങ്ങൾ ചോദിച്ചു, ആരായി പറഞ്ഞത്? എന്നെയും മുഹമ്മദ് നബിയെയും സ്വർഗത്തിൽ കയറ്റിയിട്ട് അള്ളാഹുവെ സ്വർഗം അടച്ചേക്കണേ, ഇനി ഒരൊറ്റ കുട്ടിനെ അതിൽ കയറ്റരുത്. നബി ഞങ്ങൾ ചോദിച്ചു, ആരായി പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞില്ല, ഞാനാ നബിയെ, സന്തോഷം കൊണ്ട് പറഞ്ഞതാ. എന്തേ? നിങ്ങളല്ലേ എന്നോട് ചൂടാവാതിരുന്നത്? ഇവരൊക്കെ എൻ്റെ മേൽ ചാടി വീഴല്ലേ ചെയ്തത്? ഞാൻ മൂത്രമൊഴിച്ചപ്പോൾ ഞാൻ അറിയാതല്ലേ ചെയ്തത്? പക്ഷെ അങ്ങ് എന്നോട് ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ, സന്തോഷം കൊണ്ട് പറഞ്ഞതാ. തങ്ങൾ പറഞ്ഞു, ലഖദ് ഹജ്ജറത വാസിഅ, വിശാലമായ സ്വർഗത്തെ നിങ്ങൾ അങ്ങോട്ട് ചെറുതാക്കിയല്ലേ. ഞാനും നിങ്ങളും കയറിയാലും, കോടിക്കണക്കിന് ആളുകൾ കയറിയാലും അവിടെ സ്ഥലമുണ്ട്. സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ഒരാൾ യംഷി ഫീ മുൽക്കിഹി അൽഫൈ സന, 2000 കൊല്ലം ഏറ്റവും ചെറിയ പ്രതിഫലം കിട്ടുന്ന ഒരു മനുഷ്യൻ അയാൾക്ക് കിട്ടുന്ന സ്ഥലത്ത് നടന്നാൽ 2000 കൊല്ലെടുക്കുന്നതാണ് അയാളുടെ പറമ്പൊന്ന് നടന്നു തീരാൻ. അത്രയും അള്ളാഹു സ്വർഗത്തിലെ ഒരു ചെറിയ ആക്ക് കൊടുക്കുന്ന. അല്ലാഹുമ്മ അദ്ഖിൽനാൽ ജന്നത മഅൽ അബ്റാർ. അള്ളാഹു നമുക്കും ദീനിന്റെ ഖാദിമീങ്ങളായി 100 വർഷം തികയുന്ന ഈ മഹാപ്രസ്ഥാനത്തിന്, നമ്മുടെ മദ്രസകൾക്കും പള്ളികൾക്കും ദർസുകൾക്കും മുതഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും എല്ലാം ഖിദ്മത്ത് ചെയ്ത ഒരുപാട് ഉമറാക്കൾ മരിച്ചു പോയിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമുറകളിലേക്ക് കൈമാറിയത് വലിയൊരു മനോഹരമായ രീതിയിലാണ്. ഈ ഉമ്മത്തിനെ നബി തങ്ങൾ സംസ്കരിച്ചെടുത്തത് ഹബീബിന്റെ ഒരു തർബിയത്ത്, വല്ലാത്ത തർബിയത്താണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇദാ ബലഗൽ മാഉ ഖുല്ലതൈനി ലം യഹ്മിൽ അൽ ഹദത്ത്
ഫിഖഹിന്റെ മസ്അലയിൽ നമ്മൾ ഉദ്ധരിക്കുന്ന ത്വഹാറത്തിന്റെ ബാബിലൊക്കെ പറയുന്ന ഹദീസല്ലയോ അത്? 2 കൊല്ലത്ത് വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ നജസ് ചേരുന്നതോടുകൂടെ അതിലെന്താവുന്നില്ല, മുത്തനജിസ് ആകുന്നില്ല. നിറമോ മണമോ രുചിയോ മാറിയാലേ ഒന്നെടുക്കാൻ പറ്റാത്ത വിധം അത് മുത്തനജിസ് ആകുന്നുള്ളൂ എന്ന് പറയുന്ന മസ്അലയെ, ആ ഒരു ഹദീസിനെ വ്യക്തി ജീവിതങ്ങളിലേക്ക് നബി തങ്ങൾ കൊണ്ടുവരാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകളെ കൂടെ നിർത്തുക എന്ന് മാത്രമല്ല, ബൗണ്ടറിക്ക് പുറത്തു നിൽക്കുന്ന ആളുകളെ കൈപിടിച്ചകത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധമായിരിക്കണം നമ്മുടെ പെരുമാറ്റങ്ങൾ എന്ന് സൂചിപ്പിക്കുവാനാണ്. സുമാമത്ത് ബിൻ ഉസാലിനെ അന്ന് മദീന പള്ളിയുടെ ചുമരിലേക്ക്, അവിടുത്തെ തൂണിലേക്ക് പിടിച്ചു കെട്ടിയിട്ട് 3 ദിവസം തങ്ങൾ ചോദിച്ചു, സുമാമ വല്ല മാറ്റമുണ്ടോ? അദ്ദേഹം വലിയ നേതാവാണ്, യമാമക്കാരനാണ്, മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്ത ആളാണ്, അവിടുത്തെ ഹോൾസെയിൽ വിൽപ്പനക്കാരനാണ്, വലിയ കച്ചവടക്കാരനാണ്. പക്ഷെ സ്വഹാബികൾ അയാളെ പിടിച്ചു, മദീനയുടെ സാരിയത്തിൽ കൊണ്ടുവന്ന് പിടിച്ചു കെട്ടി മദീന പള്ളിയുടെ തൂണിൽ. ആ മനുഷ്യനെ നബി തങ്ങളുടെ ജീവിതം കാണട്ടെ. 2ാമത്തെ ദിവസം, തുമാമ വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. ഇൻ തഖ്തുൽ തഖ്തുൽ ദാദമിൻ, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ നിങ്ങളിൽ ഒരുപാട് ആളെ കൊന്ന ആളാണ് ഞാൻ നിങ്ങളുടെ വധശിക്ഷ അർഹിക്കുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ഇൻ തുഹ്സിൻ, നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് നന്ദി ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങൾ നന്ദി ചെയ്യുന്നത്. ഇത് മാത്രം അയാൾ പറയുന്നത്. 3ാമത്തെ ദിവസം തങ്ങൾ ചോദിച്ചു, മദീന പള്ളിയിലല്ലേ, ഒരുപാട് അനുഭവങ്ങൾ കാണുകയാണ് പള്ളിയിൽ. നബി തങ്ങൾ സ്വഹാബിമാരോട് ഇടപെടുന്നത്. അവസാനം അയാളോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു, സുമാമ വല്ല മാറ്റവും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇല്ല, ഒരു മാറ്റവും ഇല്ല, എന്ന് അഴിച്ചു വിട്ടേക്കെന്ന് പറഞ്ഞു. ആ മനുഷ്യന്റെ കയറഴിച്ചു വിട്ടു. നബി തങ്ങൾ ഒരു പ്രതികാരവും ചെയ്തില്ല. കുറച്ചു നേരം കഴിഞ്ഞ മനുഷ്യൻ എന്താ ചെയ്തത്? അവിടെ പോയി കുളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കലിമ ചൊല്ലി മുസ്ലിം ആവുകയാണ്. പറഞ്ഞു, നബിയെ, എൻ്റെ അഹങ്കാരം കൊണ്ടും ദേഷ്യം കൊണ്ടും ഞാൻ പറഞ്ഞതാ, എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങയുടെ കൂടെ ജീവിച്ചപ്പോഴേ, അങ്ങയെ കണ്ടപ്പോഴേ എനിക്ക് മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് തുമാമത്ത് ബിൻ ഉസാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായിട്ട് മാറുകയാണ്. ഇതൊരു വലിയൊരു പാഠമാണ്. ഉസ്വത്തുൻ ഹസന, മാതൃകാ പുരുഷന്മാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. നമ്മളവരെ കണ്ടെത്താൻ ശ്രമിച്ചാൽ മാത്രം മതി. ഏതു കാലഘട്ടത്തിലും ഈ ഉമ്മത്തിൽ ഖൈറുണ്ട്. അൽ ഖൈറു ഫിയ വഫി ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ എൻ്റെ ഉമ്മത്തിലാണ് ഖൈറുള്ളത് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ റഅസ് കുല്ലി മിഅതി സന, 100 വർഷം പൂർത്തിയാകുന്നിടത്തും എൻ്റെ ഉമ്മത്തിനെ തജ്ദീദ് ചെയ്യാൻ, റിഫോം ചെയ്യാൻ മുജദ്ദിദുമാരെ ഞാൻ പറഞ്ഞയക്കുന്നു. എൻ്റെ ഉമ്മത്തിൽ മുജദ്ദിദുമാർ വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുജദ്ദിദുൻ ഫിൽ ഫിഖ്, മുജദ്ദിദുൻ ഫിൽ അഖീദ, മുജദ്ദിദുൻ ഫിൽ ശരീഅ, മുജദ്ദിദുൻ ഫിൽ തിലാവ. ദീനിന്റെ ഓരോ വിഷയങ്ങളിലും ഓരോ മുജദ്ദിദുമാർ. എല്ലാം ഒത്തിണങ്ങിയ മുജദ്ദിദ് വളരെ കുറവാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ മാത്രമായിരുന്നു എന്നാ പറയാ, ഹിജ്റ 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ്. ബാക്കി ഓരോ കാലഘട്ടത്തിലും ഓരോരോ വിഷയങ്ങളിലും മുജദ്ദിദുമാർ വരുന്ന നമ്മൾ കണ്ടെത്തണം. സ്വാലിഹീങ്ങളെ നമ്മൾ തേടിപ്പിടിക്കണം. നമ്മൾ കുറ്റവും കുറവും നോക്കാൻ നിന്നാൽ ഒരു കുറവില്ലാത്തൊരു മനുഷ്യനും ലോകത്തില്ല. വലസ്താ ബിമുസ്തബിഖിൻ അഖൻ ലാ തലുമ്മുഹു അലാ ശാഅത്തിൻ അയ്യുർ റിജാലിൽ മുഹദ്ദബു. വലസ്താ ബിമുസ്തബിഖിൻ അഖൻ ലാ തലുമ്മുഹു അലാ ശാഅത്തിൻ അയ്യുർ റിജാലിൽ മുഹദ്ദബു. ഒരു കുഴപ്പമില്ലാത്ത ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കുഴപ്പമുള്ളവരാ. പക്ഷേ അവരുടെ മഹാസിനാണോ നന്മയാണോ തിന്മയാണോ കൂടുതൽ? നന്മയാണെങ്കിൽ ആ നന്മയെ നമ്മൾ സ്വീകരിക്കും. അതാണ് വെള്ളം 2 കൊല്ലത്തോ കൂടുതലോ ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ ശുദ്ധിയെയാണ് നമ്മൾ നോക്കേണ്ടത്. നിറവും മണവും രുചിയൊക്കെ മാറത്തക്ക വിധം അവരിൽ മാലിന്യമുണ്ടെങ്കിൽ മാത്രമേ അത് മുതനജ്ജിസായി മാറുന്നുള്ളൂ എന്നാ. സുബ്ഹാനല്ലാഹ്. അഭിനന്ദനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരും.